ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇസ്രായേൽ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 3 ഇടങ്ങളിലെങ്കിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഖമനേയുടെ ഓഫീസിന് തൊട്ടടുത്ത് വരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണം വരികയാണ്. പക്ഷേ ഖമനേയി സുരക്ഷിതനാണ്. എല്ലാ സമയവും എപ്പോഴൊക്കെ ആക്രമണം ഉണ്ടാകുന്നുവോ ആ സമയത്തൊക്കെ ഇറാൻ ആദ്യം ചെയ്യുന്നത് തങ്ങളുടെ പരമോന്നത നേതാവിനെ സുരക്ഷിതനാക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഖമനേയി സുരക്ഷിതനാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ, എവിടെയൊക്കെ ആക്രമണം ഉണ്ടായി, ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇനിയും വരാൻ ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൈനിക കേന്ദ്രങ്ങൾക്ക് തൊട്ടടുത്തും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇതാണ് ലോകം കാത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് അപ്രതീക്ഷിതമല്ല, പ്രതീക്ഷിച്ചത് തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇറാന് നേരെ. ഇനി ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് അറിയുവാൻ ബാക്കിയുള്ളത്. അതേസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള മുൻകരുതൽ ഇസ്രായേലിലും വന്നിരിക്കുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പതിവുള്ളതാണ്. അലാറം മുഴങ്ങിയത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക വിവരം? സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ. തീർച്ചയായും ഇപ്പോൾ അമേരിക്ക കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു തങ്ങളുടെ യുദ്ധവിമാനങ്ങളും ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ള കാര്യത്തിൽ. അതായത് ഇസ്രായേലിനൊപ്പം സംയുക്തമായി അമേരിക്കൻ വിമാനങ്ങളും ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയത്തുള്ള ഖമേനി ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു. ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയ പശ്ചാത്തലം കൂടി ഇപ്പോൾ നമുക്ക് പുറത്തുവരുന്നുണ്ട്. ഒപ്പം ടെഹ്റാനിലെ വിമാനത്താവളത്തിലും ആക്രമണമുണ്ടായി എന്നുള്ള വിവരം പുറത്തുവരുന്നു. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 10 മുതൽ 15 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ തങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. US അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി ചേർന്നുള്ള സഹകരണത്തിലാണ്. ഈ ആക്രമണത്തിന്റെ അവസാനം തങ്ങളുടെ ടാർഗറ്റ് വളരെ കൃത്യമായി തങ്ങൾ അച്ചീവ് ചെയ്യും എന്നും അമേരിക്ക കൃത്യമായി പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഓപ്പറേഷൻ സിംഹഗർജനം, ലയൺസ് റോർ എന്ന പേരിലുള്ള ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓപ്പറേഷൻ സിംഹഗർജനം, ലയൺസ് റോർ എന്നാണ് ഈ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടക്കുന്ന ഈ ഓപ്പറേഷൻ 2 to 3 weeks എന്നുള്ള നിർദ്ദേശം കൂടി വരുന്നുണ്ട്. ഇത് ചേരുമ്പോൾ ഒമാനിലും ഖത്തറിലും അടക്കം നടന്ന നമുക്കറിയാം സമാധാന ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ പൂർണ്ണമായും അയത്തുള്ള ഖമേനി നിസ്സഹകരിച്ചിരുന്നു. ഈ നിസ്സഹകരണം US-നെ ചൊടിപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ തങ്ങളെ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന 3ാം ഘട്ട ചർച്ച, അതിലും പരാജയം സംഭവിച്ചു. അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ആവശ്യങ്ങളോടും നീതിയുക്തമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അസംതൃപ്തരായ US ഉദ്യോഗസ്ഥർ രാജ്യം വിട്ടു പോകുന്ന പശ്ചാത്തലമുണ്ടായി, ഖത്തർ വിട്ടുപോകുന്ന പശ്ചാത്തലമുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ ആക്രമണത്തിന് കാര്യങ്ങൾ എത്തിച്ചത്. US കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ട്രംപ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഏത് നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ ആക്രമണത്തിലേക്ക് പോയത്. ഇസ്രായേലാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വാർത്തകൾ. പക്ഷേ ഇസ്രായേലിനൊപ്പം അമേരിക്കൻ പോർ വിമാനങ്ങളും ടെഹ്റാനെ ആക്രമിക്കാൻ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന ബോംബിംഗ് അത് ഒരു 12 ദിവസത്തെ യുദ്ധത്തിന് സമാനമായിരിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നറിയിപ്പ്. അത്രത്തോളം തീവ്രമായ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരിച്ചടി, ഈ അടി ഏത് നിമിഷവും ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു. അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും മറ്റും ഒരുക്കിയിരുന്നു. പക്ഷെ നമുക്കറിയാം ഇറാന്റെ സംവിധാനങ്ങൾ തുലവും പരിമിതമാണ്. റഷ്യയും ചൈനയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇറാനെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്കും ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ഏതാണ്ട് 2003 ഇറാഖ് യുദ്ധത്തിന് സമാനമായി എല്ലാ ആയുധങ്ങളും പശ്ചിമേഷ്യയിൽ അമേരിക്ക കോപ്പുകൂട്ടിയിരുന്നു, അത്തരത്തിൽ എത്തിച്ചിരുന്നു. ലോകത്തിലെ 2 പ്രധാനപ്പെട്ട വലിയ പടക്കപ്പലുകളടക്കം അവിടെ എത്തിച്ചാണ് അമേരിക്ക നേരത്തെ മുതൽ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ കരയുദ്ധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്ക കടക്കുമെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംയുക്തമായ ഈ ആക്രമണത്തിൽ ഇറാന്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക പോകും. ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാന
പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങൾ മാത്രമാണ്. അത് ഇറാനിയൻ ഇന്റലിജൻസ് മിനിസ്ട്രിയാണ്, 2 ഇറാൻ ഡിഫൻസ് മിനിസ്ട്രിയാണ്, 3 സുപ്രീം ലീഡർ ഓഫ് ഖമേനിയുടെ ഓഫീസാണ്, 4 ഇറാൻ അറ്റോമിക് എനർജി ഏജൻസി. ഈ 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അവർ ഇസ്രായേലിനെയോ അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയോ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആക്രമണത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനകം US നൽകുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ജുഷ. അത് ഏത് നിമിഷവും അത്തരത്തിൽ സംഭവിച്ചേക്കാം. ഇറാൻ അടങ്ങിയിരിക്കില്ല, വെറുതെ ഇരിക്കില്ല. ഇറാന് ചില അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്, റഷ്യയുടെ പിന്തുണയുണ്ട്, ചൈനയുടെ മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ നീക്കം ലോകരാജ്യങ്ങൾ സാഗൂതം വീക്ഷിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വലിയ ആക്രമണത്തിലേക്ക് പശ്ചിമേഷ്യ പോകുമെന്നുള്ള വിവരങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. ഏതായാലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് US മുന്നോട്ട് പോകുന്നത്. ഇറാൻ ആ തരത്തിൽ ആക്രമണം നടത്തിയാൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഖമേനി അടക്കമുള്ള ലോക നേതാക്കളെ പുറത്തെത്തിക്കും, പിടിച്ച് US-ലെത്തിക്കും എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ ട്രംപ് നൽകിയിരുന്നു. അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടന്നാൽ, ഇസ്രായേലിന്റെ സഹായം കൂടി ഉണ്ടായാൽ ഏറ്റവും വലിയ ഒരു അറ്റാക്കിലേക്ക് അതിന് ഇറാൻ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മഞ്ജുഷ്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആക്രമണം ലക്ഷ്യമിട്ടത് 4 ഇടങ്ങളിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഇസ്രായേലിലും അവിടെ വ്യോമഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. അതൊരു മുൻകരുതലാണ്. തുടക്കത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് ഇതൊരു മുൻകരുതൽ ആക്രമണം എന്നുള്ളതാണ്, പ്രിഎംപ്റ്റീവ് അറ്റാക്ക് എന്നുള്ളതാണ് ആദ്യം ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ ഇത് ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരികയാണ്. ഇറാനിൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും ഉണ്ട്. അപ്പോൾ ഇനി ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, മധ്യേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. മുൻപ് ഇറാൻ ഇതിന് തയ്യാറെടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ കൂടി വരുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നേരത്തെ യുദ്ധത്തിന്റെ ഒരു സൂചന നൽകിയിരുന്നില്ല. JD വാൻസ് പറഞ്ഞിരുന്നത് ഇത് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ട്രംപ് ഒരു തീരുമാനം എടുക്കും എന്നുള്ള കാര്യവും ഉണ്ടായിരുന്നു. മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കുന്നതിനിടെ തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടതാണ്. അതേ സമയത്ത് തന്നെയാണ് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ് അതിവിടെ നടന്നിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കുമ്പോൾ അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാ എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ഖമനേയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ എപ്പോഴൊക്കെ ആക്രമണം ഉണ്ടാകുമോ അപ്പോഴൊക്കെ ഇറാൻ ആദ്യം ചെയ്തിരുന്നത് തങ്ങളുടെ പരമോന്നത നേതാവിനെ സുരക്ഷിതനാക്കുക എന്നുള്ളതാണ്. അത് തന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുകയാണ്. ഖമനേയി സുരക്ഷിതൻ എന്നുള്ളതാണ് ഇപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലും ഇതേ രീതിയിലുള്ള സുരക്ഷാ നിർദ്ദേശമുണ്ട്. കാരണം ഇസ്രായേലിലും ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ അവിടെയും ബങ്കറുകളിലേക്ക് ആളുകൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലാറം മുഴങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ടെഹ്റാൻ വിമാനത്താവളം തകർത്തു ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉഗ്രമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയിരിക്കുന്നത്. പ്രസിഡൻഷ്യൽ കോമ്പൗണ്ടിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഖമനേയുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് മിസൈൽ പതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഖമനേയി സുരക്ഷിതനാണ് എന്നുള്ള കാര്യവും ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിസ്സാരമല്ല ഈ ആക്രമണം. ഏകപക്ഷീയമായിരുന്നു ആക്രമണമെങ്കിലും അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ സൂചന കാണുന്നു. ഇറാന്റെ പ്രതികരണമാണ് ഇനി അതിനിർണായകമായി ഇരിക്കുന്നത്. മുൻകരുതൽ ആക്രമണം എന്ന് പറയുമ്പോഴും ഇത് വെറുമൊരു മുൻകരുതൽ ആക്രമണമല്ല. അതിനും അപ്പുറത്ത് ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, അത് ചിലപ്പോൾ ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത്. നിർമ്മൽ എബ്രഹാം ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, എങ്ങനെ കാണുന്നു ഇറാനിലേക്കുള്ള ഇസ്രായേലിന്റെ ഈ മിസൈൽ ആക്രമണത്തെ താങ്കൾ? കുറച്ചൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. കാരണം ആദ്യം മുതൽ തന്നെ നമ്മൾ മുൻ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ചത് ഇറാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഡിമാൻഡാണ്. അതിൽ ഈ കഴിഞ്ഞ 2-3 ചർച്ചകളിൽ പ്രോഗ്രസ് ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇറാന്റെ വക്താക്കൾ തന്നെ പറയുന്നുണ്ട്, ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹം. ബലിസ്റ്റിക് മിസൈലിന്റെ ടീം അവസാനിപ്പിക്കാനോ പ്രോക്സീസിന് കൊടുക്കുന്ന സഹായമോ സപ്പോർട്ടോ അവസാനിപ്പിക്കാനോ ഞങ്ങൾ തയ്യാറല്ല, അതിനെക്കുറിച്ച് സംസാരം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രഷറൈസ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഫിയർ മോങ്കറിങ് അമേരിക്ക അങ്ങോട്ട് ഏബ്രഹാം ലിങ്കൺ വിടുന്നു, റൂസ്വെൽറ്റ് വിടുന്നു, അങ്ങനെയുള്ള വിമാനവാഹിനി കപ്പലുകളൊക്കെ വിട്ടു നോക്കിയിട്ടൊന്നും അനക്കമില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു ട്രിഗർ പോലെ ഇസ്രായേലും അമേരിക്കയും കൂടെ സംയുക്തമായിട്ട് ചെയ്ത ഒരു അറ്റാക്ക് ആയിട്ട് വേണമെങ്കിൽ കാണാം. അതുകൊണ്ട് 2 ദേശങ്ങളാണ് ഞങ്ങൾക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് കാണിക്കുന്നു. പക്ഷെ ഇറാൻ
അത്ര വേഗം നമ്മൾ വെനിസ്വേലയിലൊക്കെ കണ്ട പോലെ അത്ര വേഗം കീഴടങ്ങുകയോ അതേപോലെ അത്ര എളുപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോ സാധിക്കില്ല. ഇവിടെ ഒരുപക്ഷെ ഇസ്രായേൽ പ്രിഎംപ്റ്റീവ് വാർണിംഗ് ആയിട്ട് കണ്ട് നെഗോഷിയേഷനിൽ അടുത്ത നെഗോഷിയേഷനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത് നെഗോഷിയേഷനിൽ ഒരു പവർ നേടാനായിരിക്കാം ഒരുപക്ഷെ ശ്രമിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഇൻട്രൊഡക്ഷൻ സൂചിപ്പിച്ച പോലെ ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ ഒരു വാർത്ത കേൾക്കുന്നു എല്ലാ രീതിയിൽ ആക്രമണം നടന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. ശരിയാണോ അല്ലയോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ കുറച്ച് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് ഈ ഒരു അഗ്രഷൻ കാണിച്ചുകൊണ്ട് ഞങ്ങൾ വെറുതെ കാണിച്ചു പേടിപ്പിക്കുകയല്ല ചെയ്യാനും ഞങ്ങൾക്ക് അറിയാമെന്ന് കാണിച്ചുകൊണ്ട് അടുത്ത നെഗോഷിയേഷനിൽ ഒരു പവർ കൈവെക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശം. അതേസമയത്ത് തന്നെ അമേരിക്കയ്ക്ക് തങ്ങളുടെ മധ്യപൂർവേഷ്യയിലെ താവളങ്ങൾ സംരക്ഷിക്കേണ്ടി വരികയും ചെയ്യുമല്ലോ. ഇറാൻ അങ്ങോട്ട് ആക്രമണം നടത്തുവാനും മടിക്കുകയില്ല. അപ്പോൾ ഇത് ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ ഇതൊരു മുൻകരുതൽ, നേരത്തെ ഇസ്രായേൽ പറഞ്ഞതുപോലെ പ്രിഎംപ്റ്റീവ് അറ്റാക്ക് എന്നുള്ളതാണല്ലോ, ഒരു മുൻകരുതൽ ആക്രമണം എന്നുള്ളതാണ്. അതിൽ തന്നെ നിൽക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ടോ താങ്കൾ? ഇല്ല, ഇതില് നമ്മൾ മുമ്പത്തെ അറ്റാക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഖാസിം സുലൈമാനിയെ 2020 അമേരിക്ക വകവരുത്തിയപ്പോ അന്ന് ഇറാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിലെ എയർബേസ് അറ്റാക്ക് ചെയ്തത്. കഴിഞ്ഞ തവണ ന്യൂക്ലിയർ പ്ലാന്റ്സുകൾ അല്ലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അമേരിക്ക അറ്റാക്ക്. നിർമ്മൽ എബ്രഹാമാണ് പ്രതികരിച്ചത്. ട്രംപിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ്. മൈ ഗോൾ ഈസ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഓഫ് അമേരിക്ക എന്നുള്ളതാണ്. വി വിൽ എൻഷുവർ ഇറാൻ ഡസൻറ്റ് ഒബ്റ്റെയിൻ എ ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ളതാണ് ട്രംപിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും അമേരിക്കയും ഈ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷിച്ച കാര്യവും അതുതന്നെയാണ്. ഓപ്പറേഷൻ ലയൺസ് റോർ എന്നാണ് ഈ ആക്രമണത്തിന് പേരിട്ടിരിക്കുന്നത്. സിംഹഗർജനം എന്നുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്. ഇസ്രായേൽ അപ്പോൾ കൃത്യമായ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം എന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ്. ഇത്തരത്തിൽ ട്രംപിന്റെ പ്രതികരണവും വന്നിരിക്കുകയാണ്. ആക്രമണം എല്ലാവരും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ പ്രതികരണമാണ് വരാൻ ബാക്കിയുള്ളത്. ഓപ്പറേഷൻ ലയൺസ് റോർ. നിർമ്മൽ, ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. അമേരിക്കയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളതാണ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. മൈ ഗോൾ ഈസ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഓഫ് അമേരിക്ക. വി വിൽ എൻഷുവർ ഇറാൻ ഡസൻറ്റ് ഒബ്റ്റെയിൻ എ ന്യൂക്ലിയർ വെപ്പൺ എലിമിനേറ്റിംഗ് ഇമിനന്റ് ത്രെറ്റ്സ് ഫ്രം ഇറാനിയൻ റെജിം എന്നുള്ളതാണ് പ്രതികരണം. അല്ല, അതില് എത്രത്തോളം നറേറ്റീവ് ശരിയാണെന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെതന്യാഹു പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രംപ് പറയുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം ബെൻ ഷപ്പീറോ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ജൂതനായ ഒരു കൺസർവേറ്റീവ് അമേരിക്കൻ പോഡ്കാസ്റ്ററിന് 2025 നവംബറിൽ കൊടുത്ത ഇന്റർവ്യൂവില് നെതന്യാഹു പറഞ്ഞൊരു കാര്യമാണ്. അമേരിക്കൻസിനോട് നിങ്ങൾ പറയണം, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, ബലിസ്റ്റിക് മിസൈലിന്റെ സ്കീമിൽ ഇന്റർ കോണ്ടിനെന്റൽ ആയിട്ടുള്ള ബലിസ്റ്റിക് മിസൈൽസ് ഇറാൻ നിർമ്മിച്ചു കഴിഞ്ഞു. 8000 കിലോമീറ്റർ വരെ അതിന് സഞ്ചരിക്കാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾ ഒരു 3000 കിലോമീറ്ററോടെ ആഡ് ചെയ്ത് നോക്കി അമേരിക്കയുടെ കോസ്റ്റ് ലൈനായി. എന്നിട്ടും നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങളെയും കൂടെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സിയമോങ്കറിങ് നെതന്യാഹു നടത്തിയിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് ട്രംപ് പറയുന്നതെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം നിലവിൽ 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ബലിസ്റ്റിക് മിസൈൽസ് മാത്രമാണ് ഇറാൻ ഉള്ളത് ആണെന്നുള്ളതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള അറിവ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫിയർ മോങ്കറിങ് ഒരുപക്ഷെ അമേരിക്കയിലുള്ളവരെ, കാരണം ഭിന്നിച്ചു നിൽക്കുകയാണ്. ഈ ട്രംപിന്റെ വോട്ടർ ബേസിൽ തന്നെ ഇറാന് മേൽ നടത്തുന്ന അറ്റാക്കിലും പലസ്തീനിൽ നടന്ന അറ്റാക്കിലും ഭിന്നിപ്പുണ്ട്. ഇസ്രായേലിന് കൊടുക്കുന്ന സപ്പോർട്ടിൽ പോലും ഇപ്പൊ ഭിന്നിപ്പുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടക്കർ കാൾസ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്, അദ്ദേഹം വർഷങ്ങളായിട്ട് ട്രംപ് സപ്പോർട്ടറായിരുന്നു. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ചാനൽ തുടങ്ങി ട്രംപിനെതിരെ സംസാരിക്കുകയാണ്. എതിരെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിനെ സഹായിക്കേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് എന്തിനാ, നിങ്ങളുടെ ടാക്സ് പെയർ മണി കൊണ്ട് എന്തിനെ ഇസ്രായേലിനെ സഹായിക്കണമെന്ന് ചോദ്യം ചെയ്യുന്നു. കാൻഡസ് ഓവൻസ് എന്ന് പറഞ്ഞ മറ്റൊരു തോട്ട് ലീഡർ ഇതേപോലെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നവംബറിൽ, അതായത് ഒരു 8 മാസത്തിനുള്ള ഒരു ഇലക്ഷൻ വരാൻ പോവാണ് ട്രംപിന്, മിഡ് ടേം ഇലക്ഷൻസ്. അതിൽ സെനറ്റും കോൺഗ്രസും സീറ്റുകൾ നഷ്ടപ്പെട്ട ഇപ്പൊ കാണിക്കുന്ന ഈ അൾട്ടിമേറ്റ് പവർ ഒന്നും ട്രംപിന് പിന്നെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്കയിലുള്ളവരെ ഇത് എന്തിനാണ് നമ്മൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു വാർണിംഗ് പുറത്തുവിടുന്നത്. അല്ലാതെ ഇറാൻ ഒറ്റ പക്ഷെ ആണവായുധം ഇല്ലാതാക്കാൻ, ഈ ഇറാന്റെ ആണവായുധം ഇല്ലാതാക്കുവാനുള്ള ശ്രമം, അത് ട്രംപിന്റെ ആ ഒരു നറേറ്റീവ് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. കാരണം 5% മാത്രം എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ട് 60% എത്തി നിന്നെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ സീക്രട്ട് ആയിട്ട് തന്നെ ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലെ എൻറിച്ച്മെന്റ് നടത്തുന്നുണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷെ അതില് ഈ പറഞ്ഞ പോലെ അതിനായിട്ട് നെഗോഷിയേഷൻസ് നടക്കുകയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രം ഇറാൻ സഹകരിക്കാമെന്ന് പറഞ്ഞു മൊത്തത്തിൽ അല്ലെങ്കിലും. പക്ഷെ ഇവിടെ എനിക്കൊന്ന് പിന്നിപ്പുള്ളത് ബലിസ്റ്റിക് മിസൈൽസിന്റെ കേസിലും ഒപ്പം തന്നെ പ്രോക്സി സപ്പോർട്ടിന്റെ കേസിലുമാണ്. അത് രണ്ടും ഇസ്രായേൽ അമേരിക്കയോട് പ്രത്യേകം ആവശ്യപ്പെടുന്ന കാര്യങ്ങളുമാണ്.
അതുകൊണ്ട് അതിൽ നിന്ന് ഇറാൻ മുന്നോട്ട് വരുന്നില്ല, അല്ലെ നെഗോഷിയേഷൻ ആ ഒരു ടേംസിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്രമണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നടന്നു. അത് ഇറാനെ ഭയപ്പെടുത്താൻ, നെഗോഷിയേഷനിലോട്ട് കൊണ്ടുവരാനുള്ള രീതിയിൽ ഭയപ്പെടുത്തുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ മുൻകരുതൽ ആക്രമണം എന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന മുൻകരുതൽ ആക്രമണം എന്ന് പറയുമ്പോൾ അത് ഒന്ന് പേടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ അർത്ഥമാക്കുന്നത്. അങ്ങനെ ആകാനും വഴിയില്ല. അല്ല, അതിലൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യുദ്ധത്തിലും നമുക്കറിയാം, ഇപ്പം ഈക്വൽ ആയിട്ടുള്ള പവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടുത്താനുള്ള കുറെ കാര്യങ്ങൾ ആദ്യം ചെയ്തു നോക്കും. ഇപ്പൊ അമേരിക്കയാണല്ലോ ഇബ്രാഹിം ലിങ്കൺ കൊണ്ടിരുന്നു, റൂസ്വെൽറ്റ് കൊണ്ടിരുന്നു, അങ്ങനെയുള്ള വിമാനവാഹിനി കപ്പലുകളൊക്കെ കൊണ്ടുവന്നൊന്ന് പേടിപ്പിച്ച് നോക്കുകയാണ്. ഇത്രയും ഞങ്ങൾ അതായത് 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇത്രയും വലിയ സന്നാഹം അമേരിക്ക ഒരുക്കിയിട്ടില്ല ഇവിടെ. അപ്പൊ അത്രയും വലിയ സന്നാഹമൊക്കെ ഒരുക്കി കാണിച്ചിട്ട് പോലും ഇറാൻ ഒരു അടി പോലും മുന്നോട്ട് വെക്കുന്നില്ല ചർച്ചയിൽ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു അടുത്ത സ്റ്റെപ്പ്, ഞങ്ങൾ ഇതൊന്നും കാണിക്കാൻ വേണ്ടി മാത്രമല്ല ചെയ്ത് കാണിക്കുന്നു. ശരി നിർമ്മൽ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ട്രംപിന്റെ പ്രതികരണം. American energy surge this is a surge like nobody's ever seen. Jesse, come on up and say a few words. Wow. Good afternoon, everyone. You know I've been on this cargo dock probably 1,000 times, but I never... വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന് അമേരിക്കയും സ്ഥിരീകരിക്കുകയാണ്. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ആക്രമണം എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ആണവായുധങ്ങളിൽ നിന്ന് ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ആണവായുധ ശേഖരം ഇല്ലാതാക്കുക എന്നുള്ള കാര്യം കൂടി ലക്ഷ്യമിടുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഉള്ള കാര്യം എന്നും ട്രംപ് പറയുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. 3ാം വട്ട ചർച്ച പരാജയപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഇനി വരാൻ പോകുന്ന ചർച്ചകളിൽ അതിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ലക്ഷ്യം ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനാൽ തന്നെയാണ് മുൻകരുതൽ ആക്രമണം എന്ന രീതിയിൽ ഇത്തരത്തിലൊരു ആദ്യ പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതും ഇറാനെ ഈ ചർച്ചയുടെ ടേബിളിലേക്ക് വരുമ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ലക്ഷ്യവും ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, മറ്റു വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ട്രംപിൻ്റെതായുള്ള പ്രതികരണം ഇങ്ങനെയാണ്. അതിനെ നിർമ്മൽ കാണുന്നത് അത് ട്രംപിന്റെ നറേഷനിൽ ചില പിശക് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇറാന്റെ ഈ ആണവ ശേഷി അതിനെ കൂട്ടിക്കാണിക്കുന്നതിന് തുല്യമായി മാറുന്നുമുണ്ട്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നുള്ളതാണ്. ഇറാനെ പൂർണ്ണമായും ഇത്തരം ശാക്തീകരണത്തിൽ നിന്ന് ഇല്ലാതാക്കും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന സൂചന തന്നെയാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ എല്ലാ അവകാശവാദങ്ങളും തള്ളുന്നുണ്ട്. ഇതിനിടയിൽ ഇറാന്റെ പ്രതികരണമായി വരുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും, US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് തിരിച്ചടി നൽകും എന്നുള്ള ഇറാന്റെ ആദ്യ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പല സ്ഥലങ്ങളിൽ കിഴക്കൻ പടിഞ്ഞാറൻ ടെഹ്റാനിലെ മൊബൈൽ ഫോൺ ലൈനുകൾ പലതും തകർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് പോകുന്നത്. തുടർച്ചയായി 2ാം ഘട്ട ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട്. അത് കരമാർഗവും കടൽ മാർഗവുമുള്ള ആക്രമണത്തിലേക്ക് അമേരിക്ക ഒരുപക്ഷെ കടന്നേക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് ദേശീയ സുരക്ഷാ കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസി ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇപ്പോൾ നിങ്ങളൊരു പാത തുറന്നിട്ടിരിക്കുകയാണ്, അതിന്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇതിനകം തന്നെ ഇറാനെ ആക്രമിച്ചത് ഇസ്രായേലുമായി സഹകരിച്ചാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കിയ സാഹചര്യം കൂടി പുറത്തു വരുന്നുണ്ട്. US ആക്രമണം നടക്കുകയാണ്. 2ാം ഘട്ട ആക്രമണത്തിൽ വ്യാപകമായ തോതിൽ ഇറാന്റെ പല മേഖലകളിലും ആക്രമണം നടത്തും എന്ന് US മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ ടെഹ്റാനിലടക്കം ഇറാന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഉണ്ടാകുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മഞ്ജുഷ്, ഒപ്പം തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയവും ഉണ്ടല്ലോ. ടെൽ-അവീവിലും ഇങ്ങനെയുള്ള സ്ഫോടനങ്ങൾ കേട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ? എന്തായാലും അവിടെ ഇസ്രായേലിൽ മുൻകരുതൽ നൽകിയിട്ടുണ്ട്. അവിടെ അലാറം മുഴങ്ങുന്നുണ്ട്, ബങ്കറിലേക്ക് മാറുവാൻ ആളുകളോട് ആവശ്യപ്പെടുന്നുണ്ട്, സുരക്ഷിതരായിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വ്യോമപാത ഇസ്രായേലും അടച്ചിട്ടുണ്ടല്ലോ. ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി അതിന് സൂചന കിട്ടുന്നുണ്ടോ? ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ ഉണ്ടായിരുന്നു. അത് ഇസ്രായേലിലേക്കായിരിക്കുമെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെൽ
അവീവിന്റെ ചില ഭാഗങ്ങളിൽ ചില സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത ഒരു വിവരമായി ഈ ഘട്ടത്തിൽ നമുക്ക് കരുതണം. കാരണം നമുക്കറിയാം ഡിഫൻസ് സിസ്റ്റം നന്നായി ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അവരുടെ പലതരത്തിലുള്ള ഈ തിരിച്ചടി അവർ നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ആ സമയത്ത് തന്നെ ഇസ്രായേൽ വക്താവ് പറഞ്ഞത് ഞങ്ങൾ തിരിച്ചടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളോട് പൂർണ്ണമായും ബങ്കറുകളിലേക്ക് മാറണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യരുത്. പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഇസ്രായേൽ അടച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. ജനങ്ങൾ വിമാനത്താവളങ്ങളിലേക്ക് പോകരുത്. വ്യോമഗതാഗതം പൂർണ്ണമായും നിരോധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ. സ്വാഭാവികമായും സംഭവിക്കുമെന്ന് മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി ഇസ്രായേലിലേക്ക് ഉണ്ടായാൽ ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണിപ്പോൾ ട്രംപ് നേരത്തെ പറഞ്ഞു വെച്ചത്. അതായത് കരമാർഗവും ഒപ്പം കടൽ മാർഗവുമുള്ള ആക്രമണം. ഇപ്പോൾ വ്യോമമാർഗമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റ് 2 ഘട്ടങ്ങളുള്ള ആക്രമണം ഏത് നിമിഷവും അമേരിക്ക ആരംഭിക്കും. കാരണം അതിനുള്ള നമുക്കറിയാം നേരത്തെ സന്നാഹങ്ങളെല്ലാം തയ്യാറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ നിർമ്മലൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ യുദ്ധസന്നാഹം പശ്ചിമേഷ്യയിൽ അമേരിക്ക ദിവസങ്ങളായി തന്നെ ഒരുക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ അത്യന്താധുനിക മിസൈൽ സംവിധാനങ്ങളടക്കം അവിടെ അമേരിക്ക ഒരുക്കിയ പശ്ചാത്തലം നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ലോകരാജ്യങ്ങൾ റഷ്യയും ചൈനയും അറബ് രാജ്യങ്ങളുമടക്കം ഇത്തരം ആക്രമണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അവരാരെങ്കിലും ഈ യുദ്ധത്തിൽ കക്ഷി ചേരാൻ വന്നാൽ, ഇറാനുമായി സഹകരിക്കാൻ വന്നാൽ അത് മറ്റൊരു തലത്തിലേക്ക് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 2ാം ഘട്ട ആക്രമണത്തിലേക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ ട്രംപ് നൽകുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, പരമോന്നതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസ് സമുച്ചയത്തിന് സമീപത്താണ് വളരെ കൃത്യമായി ആദ്യ സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരം തന്നെയാണ്. ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം കിഴക്കൻ ടെഹ്റാനിലെ നിരവധി മേഖലകളിൽ ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ തുടരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ, US എംബസി അടക്കം എല്ലാ ഉദ്യോഗസ്ഥർക്കും ഷെൽട്ടർ ഇൻ പ്ലേസ് നടപ്പിലാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ അവർ പുറത്തേക്ക് വരാൻ പാടില്ല. അതായത് ഖത്തറിലൊക്കെ നമുക്കറിയാം ഇറാൻ നേരത്തെ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അവിടേക്ക് മറ്റൊരു വ്യോമാക്രമണം കൂടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. ജനലുകളും വാതിലുകളും അടച്ച് പുറത്തേക്കുള്ള യാത്ര മറ്റും ഒഴിവാക്കി ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കാൻ ഖത്തറിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് അമേരിക്ക നിർദ്ദേശിച്ച പശ്ചാത്തലമുണ്ട്. അതായത് 2 സ്ഥലങ്ങളിൽ, ഒന്ന് ഖത്തറിലും മറ്റൊന്ന് ഇസ്രായേലിലുമാണ് ആക്രമണം അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ ആ രാജ്യങ്ങൾ. ഇറാനെ നിലംപരിശാക്കും, ആയുധശേഷി നിർവീര്യമാക്കും എന്നുള്ള കടുത്ത മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്ന പശ്ചാത്തലം ഇതാണ്. തീവ്രവാദ രാഷ്ട്രമാണ് ഇറാൻ എന്നുകൂടി ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏതായാലും 2ാം ഘട്ട ആക്രമണം ആരംഭിച്ചാൽ അത് കൂടുതൽ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. കരമാർഗവും കടൽ മാർഗവുമുള്ള ആക്രമണം ഉണ്ടാകും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അമേരിക്ക പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് മഞ്ജുഷ്. ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. അത് ഇസ്രായേലിനും ഇറാനും നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇറാൻ തിരിച്ചടിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. ഖമനയെ സുരക്ഷിതനാക്കിയ ശേഷമാണ് ഇറാന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഇസ്രായേലും അങ്ങനെ ആശങ്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനം, അത് ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമുള്ള രാജ്യം. അയൺ ഡോമുകൾ തയ്യാറായി കഴിഞ്ഞു. ആക്രമിച്ചത് അമേരിക്കൻ പോർ വിമാനങ്ങൾ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന് നേരെയുള്ള ആക്രമണം നടന്നത്, ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും ഇസ്രായേലിൽ നിന്ന് സ്റ്റീഫൻ ചേരുകയാണ്. സ്റ്റീഫൻ, എന്താണ് ഇപ്പോൾ ഇസ്രായേലും അതീവ സുരക്ഷയിലാണല്ലോ, അങ്ങനെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, എന്താണ് ഇസ്രായേലിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? താങ്കൾ എവിടെയാണുള്ളത്? ഞാൻ ഇസ്രായേലിൽ നമ്മുടെ ഗാസയായിട്ട് ചേർന്നുള്ള സ്ഥലത്താണ്. അവിടെ രാവിലെ ഒരു 8:30 മണിക്ക് ശേഷം അലാറം, പ്രതീക്ഷിക്കാതെ അലാറം വീണു. എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് പിന്നെ നമുക്ക് ഫോണിനകത്ത് IDFന്റെ മെസ്സേജ് വന്നു, ഇതൊരു ടെസ്റ്റ് അലാറമാണ്, ഒരു ജസ്റ്റ് പ്രിക്കോഷൻ, ഇന്നതാണ് വിഷയം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പബ്ലിക് ഗ്യാതറിങ്ങും ബാക്കിയുള്ള എല്ലാം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു. എയർപോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇസ്രായേലിൽ ഇപ്പൊ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ അടുത്ത് അത്യാവശ്യം അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരും അലേർട്ടായിരിക്കണം എന്നുള്ളൊരു ഇതാണ് IDFന്റെ ഭാഗത്തുനിന്ന് നമുക്ക് രാവിലെ കിട്ടിയ ഇൻഫർമേഷൻ. ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇല്ലേ? എന്തായാലും ഇസ്രായേൽ ഇറാനിൽ മേൽ ആക്രമണം നടത്തുമെന്ന്, അല്ലേ? അതെ, അത് കുറച്ച് ദിവസങ്ങളായിട്ട് അതിനുള്ള
തയ്യാറെടുപ്പുകൾ നടക്കുന്നതായിട്ട് നമ്മൾ ഇവിടുത്തെ ന്യൂസ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയുമുണ്ട് അല്ലെ? തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ആശങ്കയുമുണ്ട്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായേക്കാമെന്ന് അല്ലെ? ഉണ്ടായേക്കാം എന്നാണ് നമുക്ക് ഇപ്പോൾ അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അങ്ങനെയാണ്. ഏത് സമയവും തിരിച്ച് ആക്രമണം ഉണ്ടാകാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണമെന്നാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ നിർദ്ദേശം. നിലവിൽ ഇപ്പൊ ഇപ്പം എല്ലാം സാധാരണ നിലയിൽ തന്നെയാണ്. ഇന്നിവിടെ അവധിയാണ്, ശബാത്താണ്. എല്ലാ ജനങ്ങളും ആരും പരിഭ്രാന്തരല്ല. എല്ലാവരും വളരെ സേഫാണ്. ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും വളരെ അവിടുത്തെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ബംഗാളിലേക്ക് മാറണം എന്നുള്ള കാര്യം അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന്? അത് നോർമലി അങ്ങനെയാണ്. കാര്യം നമുക്കിവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബംഗാളിലേക്ക് മാറാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ ഫോണിലും ഉണ്ടാവും. പിന്നെ ഇവിടെ അലാറം ഉണ്ടാവും. അത് നമുക്ക് മാറാനായിട്ട് നമുക്ക് അത്യാവശ്യ സമയവും കിട്ടാറുണ്ട്. വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് അല്ലേ? അതെ, വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാമായിരുന്നു ഇന്നുണ്ടാവുമെന്ന് അറിയത്തില്ലായിരുന്നു. കാര്യം കുറെ ദിവസങ്ങളായിട്ട് ഇവിടുത്തെ ബങ്കറുകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. നോർമലി ഇടയ്ക്ക് നടക്കുന്നായിരുന്നു. ടെല്ലവീവിൽ എന്തോ ആക്രമണം ഉണ്ടായി എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? കേട്ടോ അങ്ങനെ കാര്യങ്ങൾ? അങ്ങനെ ടെല്ലവീലൊന്നും സംഭവിച്ചതായിട്ട് നിലവിൽ ഇതുവരെ നമ്മൾക്കൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിച്ചതായിട്ട് നമുക്കൊന്നും അറിയില്ല. മലയാളികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണല്ലോ അല്ലെ താങ്കൾ താമസിക്കുന്നിടം അല്ലേ? അതെ അതെ അതെ. നിലവിലെല്ലാവരും സുരക്ഷിതരാണ്. ആശങ്കയുണ്ട് എന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ആശങ്കയുടെ കാര്യമില്ല. കാര്യം നമുക്ക് നേരത്തെ തന്നെ എല്ലാ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ആരും അത്ര പാനിക് അല്ല. ആർക്കും അതിനെ തരണം ചെയ്തു പോകാനുള്ള മാനസികാവസ്ഥയാണ്. ആർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം മുൻകൂട്ടി അവരെ അറിയിച്ചതുകൊണ്ട് ആർക്കും അങ്ങനെ പരിഭ്രാന്തി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ശരി സ്റ്റീഫൻ സംസാരിച്ചത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേലിൽ അതീവ സുരക്ഷാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പതിവുള്ളതാണ് ഇസ്രായേലിൽ ഇക്കാര്യം. സുരക്ഷാ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കൾ, അതീവ സജ്ജീകരണങ്ങൾ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അതിനാൽ തന്നെ ജനങ്ങൾക്ക് മുൻകൂട്ടി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ഇറാനിൽ നിന്ന് ഏത് സമയവും ആക്രമണം ഉണ്ടാകും, തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഇസ്രായേൽ പ്രതീക്ഷിക്കുകയാണ്. മിസൈൽ ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിൽ എല്ലായിടത്തും സുരക്ഷാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ടെഹ്റാന് നേരെ, ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം, വ്യോമാക്രമണം, അതിന്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരാക്രമണം കൂടിയാണ് ഇത്. അതേ സമയത്ത് തന്നെ ഇറാനിൽ ആണവ നിർവ്യാപനം നടത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ആണവ ആയുധങ്ങളിൽ നിന്ന് ഇറാൻ മുക്തരാകണം, ഇറാനിൽ ആണവായുധങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് നിർബന്ധമാണ്. ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം ഇറാനുമേൽ അമേരിക്ക ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എന്തായാലും ഇസ്രായേലിൽ ഇതുവരെ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്റ്റീഫൻ നൽകുന്ന വിവരമനുസരിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട്, സുരക്ഷിതരായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബങ്കറുകളിലേക്ക് മാറുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ഏത് സമയവും അങ്ങനെയുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഇപ്പോൾ? നേരത്തെ സ്റ്റീഫൻ പറഞ്ഞതുപോലെ ഈ ആക്രമണത്തിന് ഒരു പുത്തരിയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. മിക്കവാറും സൈറണുകൾ മുഴങ്ങുകയും പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ആക്രമണമൊക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരതിലൊക്കെ കൃത്യമായി പ്രിപ്പയർഡാണ്, വളരെ തയ്യാറെടുത്താണ് അവരെല്ലാം ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ലെബനിലേക്കും ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഹൂത്തികൾക്കെതിരെയും മറ്റും ആക്രമണം നടത്തും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ നൽകിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഒരേ സമയം 3 സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് കൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട്. അതായത് ഈ ഒരു ആക്രമണത്തോടു കൂടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഭീഷണിയായ പ്രധാനപ്പെട്ട ടാർഗറ്റുകളൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതനുസരിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ ജനതയെ പ്രതിരോധിക്കാനാണ് ഈ ആക്രമണം എന്ന പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വരികയും ഇറാനെ ഭീകരരാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഖമനേയി ഞങ്ങളുടെ വഴിക്ക് വരും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഖമനേയി വഴങ്ങുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആണവ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സഹകരണവും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിംഹഗർജനം, ഓപ്പറേഷൻ ലൈൻ റോഡിംഗ് എന്ന പേരിലുള്ള ഒരു ഓപ്പറേഷനിൽ ഞങ്ങൾ കടക്കുന്നത് എന്ന് ട്രംപ് പറയുകയും
പറയുകയുണ്ടായി. ഈ പേര് നിർദ്ദേശിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നും ട്രംപ് വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇറാന്റെ ആയുധശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാം ഘട്ട ആക്രമണം ഏത് നിമിഷവും ആരംഭിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അത് കരമാർഗവും ഒപ്പം കടൽ മാർഗവുമായിരിക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിൽ തൽക്കാലം ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ലോങ് റേഞ്ച് മിസൈൽസ് അവർ നിർമ്മിക്കുന്നുണ്ട്, അതിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട്. അത് അമേരിക്കയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അത് മുന്നോട്ട് പോകുവാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു സംയുക്ത ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ട്രംപിന്റെ പ്രതികരണം കേൾക്കാം. A short time ago, the United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime, a vicious group of very hard, terrible people. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. From Lebanon to Yemen and Syria to Iraq, the regime has armed, trained, and funded terrorist militias that have soaked the earth with blood and guts. And it was Iran's proxy, Hamas, that launched the monstrous October 7th attacks on Israel, slaughtering more than 1,000 innocent people, including 46 Americans, while taking 12 of our citizens hostage. It was brutal, something like the world has never seen before. Iran is the world's #1 state sponsor of terror and just recently killed tens of thousands of its own citizens on the street as they protested. It has always been the policy of the United States, in particular my administration, that this terrorist regime can never have a nuclear weapon. I'll say it again, they can never have a nuclear weapon. That is why in Operation Midnight Hammer last June, we obliterated the regime's nuclear program at Fordow, Natanz, and Isfahan. After that attack, we warned them never to resume their malicious pursuit of nuclear weapons, and we sought repeatedly to make a deal. We tried. They wanted to do it. They didn't want to do it. Again, they wanted to do it. They didn't want to do it. They didn't know what was happening. They just wanted to practice evil. But Iran refused, just as it has for decades and decades. ഇതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെയുള്ള ട്രംപിന്റെ മുന്നറിയിപ്പാണ് ഇത്. ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായതിനു ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇറാൻ ഈസ് ദ വേൾഡ്സ് #1 സ്റ്റേറ്റ് സ്പോൺസർ ഓഫ് ടെറർ എന്നുള്ള കാര്യമാണ്. ഭരണകൂട സ്പോൺസർമാരാണ് ഭീകരവാദത്തിന്റെ എന്നുള്ള കാര്യമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ കൈവശം, ഒരു ഭരണകൂടത്തിന്റെ കൈവശം ആണവായുധം ഉണ്ടാകാൻ പാടില്ല. അത് ആണവ നിർവ്യാപനത്തിലേക്ക് തന്നെ പോകണം എന്നുള്ളത് അമേരിക്കയുടെ നയമാണ്. ഇക്കാര്യം ഇറാനെ ബോധ്യപ്പെടുത്തിയതാണ്. അവർ ആദ്യം ആണവ നിർവ്യാപനത്തെ അംഗീകരിച്ചതാണ്, പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് വീണ്ടും അംഗീകരിക്കുകയും ഒടുവിൽ പിന്മാറുകയും ചെയ്തതാണ്. നിരവധി ചർച്ചകൾ നടന്നിട്ടും അതിൽ ഇറാൻ ആണവായുധത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ പ്രഖ്യാപിത നയം ഇതാണ്: ആണവായുധം ഇറാന്റെ പക്കൽ ഉണ്ടാകാൻ പാടില്ല. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടമാണ് ഇറാനിൽ ഉള്ളത്. സ്വന്തം പൗരന്മാരെ പോലും അവർ കൊന്നൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, സമീപകാലത്ത് കണ്ടതാണ് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കുവാനുള്ള പിന്തുണ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നതിനുള്ള കൃത്യമായ സൂചന നൽകുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിനാൽ ഇനി ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നതുവരെ ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള ആക്രമണം തുടരും എന്നുള്ള കാര്യമാണ് ട്രംപിന്റെ വാക്കുകളിൽ. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എന്തായാലും ട്രംപ് കാര്യങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. ആണവ നിർവ്യാപനത്തിലേക്ക് ഇറാനെ എത്തിക്കുക എന്നുള്ള പ്രഖ്യാപിത നയം ഇവിടെ നടപ്പാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി, അല്ലേ? തീർച്ചയായും 3 ഘട്ട ചർച്ചകൾ ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞു. മഞ്ജുഷ്, ജനീവയിലാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത്. അത് ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 3ാം ഘട്ട ചർച്ചയിൽ, ഏറ്റവും അവസാനം നടന്ന 3ാം ഘട്ട ചർച്ചയിലും ഒരു പുരോഗതിയും ഉണ്ടാകാതിരുന്നത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ഒരു അസംതൃപ്തിയിൽ അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ
ഒമാൻ വിട്ട് പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. കടുംപിടുത്തത്തിൽ നിന്ന് അമേരിക്ക ഒന്ന് പുറകോട്ട് പോകണം എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ട്രംപ് സ്വീകരിക്കുകയും മറ്റുമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ട്രംപ് നൽകിയ മുന്നറിയിപ്പുകളെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു ഇറാന്റെ പ്രതികരണവുമായി മുന്നോട്ട് വന്നത്. പക്ഷേ അത് ട്രംപിന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും അസംതൃപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും മറ്റും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് ട്രംപ് പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇറാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു കരാറിലേക്ക് എത്തണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ അമിതമായ ആവശ്യങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് ഇറാൻ ഇന്നലെ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഉണ്ടായത്. അവസാന ശ്രമം നിലയിൽ ഒമാനിൽ നടന്നിരുന്ന ഈ ചർച്ചകളുടെ ഒരു ചർച്ചകളുടെ ശുഭപ്രതീക്ഷയെ പ്രസ്താവന പൂർണ്ണമായി മങ്ങലേൽപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം ചർച്ചകളിലേക്ക് ഇനി പോകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തിയത്. അതായത് 3 ഘട്ടങ്ങളായി നടന്ന വലിയ തോതിൽ വലിയ സമയത്ത് നീണ്ടുനിന്ന ചർച്ചകൾ, അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. യുറാനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, ഇറാന്റെ ആണവ നിലയങ്ങൾ പൊളിച്ചു നീക്കുക തുടങ്ങി US ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഭിന്നത തുടരുന്ന സാഹചര്യം വീണ്ടും സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഒടുവിൽ കരാറില്ലാതെ ഈ ചർച്ചകൾ അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. തുടർന്നാണ് ട്രംപ് കാര്യങ്ങൾ കടുപ്പിച്ചതും ഇനിയും ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇസ്രായേലിനോട് ആക്രമണത്തിനുള്ള പടയൊരുക്കം നടത്താൻ പറഞ്ഞ പശ്ചാത്തലം ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇറാനുമായുള്ള സൈനിക സംഘർഷം ഒഴിവാക്കാൻ എല്ലാ നയതന്ത്ര ശ്രമങ്ങളും നടത്തി എന്നുള്ള അവകാശവാദം കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഇറാൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ല. ഇറാന് 15 ദിവസം സമയം ഒരാഴ്ച മുമ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. നിങ്ങൾ വഴങ്ങണം, വഴങ്ങിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഇറാൻ വഴങ്ങുന്നില്ല. തുടർച്ചയായ മുന്നറിയിപ്പുകൾ അമേരിക്കയ്ക്ക് നൽകുന്നു. തുടർച്ചയായി അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തുടർന്നാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത് എന്നത് നിർണായക. ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിലേക്ക് അമേരിക്ക പോകുന്നത് എന്ന് നിർണായകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആക്രമണം നടക്കുന്നു. ടെഹ്റാനിലടക്കം വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ടെഹ്റാനിൻ്റെ പല പ്രദേശങ്ങളും ആക്രമിക്കുന്നു. ഇറാന്റെ മറ്റു മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. 2 ഭാഗങ്ങളിലും നിന്നുള്ള ആക്രമണത്തിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് അമേരിക്ക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വളരെ നിർണായകമായ കാര്യങ്ങളിലേക്ക് അമേരിക്ക കടക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ ആക്രമണം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ വലിയ തോതിലുള്ള ആക്രമണത്തിലേക്ക് പോവുകയും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികളടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. മഞ്ജുഷ, ശരിയാണ്. സംയുക്തമായ ആക്രമണമാണ് എന്നുള്ള കാര്യം ട്രംപ് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഇറാനെ ആക്രമിക്കുന്നതിൽ ഇസ്രായേലിനുണ്ട് എന്നുള്ള കാര്യമാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആണവ നിർവ്യാപനത്തിലേക്ക് ഇറാനെ എത്തിക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്നുള്ള കാര്യം ട്രംപ് മുന്നറിയിപ്പിന്റെ രൂപത്തിൽ പറയുകയാണ്. ഉന്മൂലനം ചെയ്യും ഇറാന്റെ നാവികസേനയെ എന്നുള്ള കാര്യവും വി ആർ ഗോയിങ് ടു അനിഹിലേറ്റ് ദെയർ നേവി എന്നുള്ള കാര്യവും ട്രംപ് മുന്നറിയിപ്പിന്റെ രൂപത്തിൽ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട തൻ്റെ ഈ പ്രഖ്യാപനം അത് ട്രംപ് അതിലുടനീളം ഇറാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണ്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണ്, ഹമാസിന്റെ പേര് കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നത്. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത നയം. അതിൽ ഇറാൻ ഇപ്പോഴും ഭീകരവാദത്തെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വന്തം പൗരന്മാരെ പോലും കൊന്നൊടുക്കാൻ മടിക്കാത്ത ഒരു റെജിമായിട്ട്, ഒരു ഭരണകൂടമായിട്ട് ഇറാൻ മാറുകയാണ്. അങ്ങനെ ഒരു ഭരണകൂടത്തെ ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ അനുവദിക്കില്ല അമേരിക്ക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുന്നറിയിപ്പിന്റെ രൂപത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് പിന്നിൽ വ്യക്തമായിട്ടും അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള കൈകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യം ട്രംപ് തന്നെ സമ്മതിക്കുകയാണ്. എന്തായാലും ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന കാര്യമേ ഇനി അറിയുവാൻ ബാക്കിയുള്ളൂ. ഏത് രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളൂ. ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇക്കാര്യം ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേ രീതിയിലുള്ള മുൻകരുതൽ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലും. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സൈറണുകൾ മുഴങ്ങുകയാണ്. ഇസ്രായേലിൽ ഏത് സമയത്തും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ആശങ്ക അത് ഇസ്രായേലിൽ ഉണ്ട്. അതിനാൽ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പൗരന്മാരോട് നീങ്ങുവാൻ പതിവ് പോലെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. നേരത്തെ ഇസ്രായേലിൽ നിന്ന് സംസാരിച്ച മലയാളിയായ സ്റ്റീഫൻ പറഞ്ഞത് ഇങ്ങനെയൊരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു, അലാറം മുഴങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇസ്രായേലിൽ ഇത് പതിവായതിനാൽ അത്രമാത്രം ആശങ്കയില്ല എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തെയും നേരിടുവാൻ ഇസ്രായേൽ തയ്യാറാണ്.
അയൺ ഡോമുകൾ അവിടെ സുരക്ഷിതമാണ്. അയൺ ഡോമുകൾ ഏത് മിസൈൽ ആക്രമണത്തെയും തകർക്കുവാൻ പറ്റുന്ന രീതിയിലാണ് ഇസ്രായേലിൽ ഉള്ളത്. അതിനാൽ തന്നെ പൗരന്മാർ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഇസ്രായേലിനറിയാം. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇസ്രായേലിൽ നടക്കുന്നത്. അതേസമയം ഇറാനിൽ വിവിധ കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണം ഉണ്ടായത്. അതിൽ ഖമേനിയുടെ ഓഫീസിന് തൊട്ടടുത്ത് പോലും ആക്രമണം ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പോലും പുറത്തു വരികയാണ്. പക്ഷേ പരമോന്നത നേതാവിനെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക്, 86-കാരനായ ഖമനേയിയെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ മാറ്റിയിട്ടുണ്ട്. തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനവും ഇറാൻ നടത്തിക്കഴിഞ്ഞു. ട്രംപ് ഇപ്പോൾ പറഞ്ഞതിന് ഇനി ഇറാന്റെ പ്രതികരണമാണ് അടുത്തതായിട്ട് ബാക്കിയുള്ളത്. എന്തായിരിക്കും ഇറാന്റെ പ്രതികരണം ട്രംപിന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പിനോട് എന്നുള്ള കാര്യവും ഇനി അറിയാൻ ബാക്കിയുള്ളതാണ്. ഇറാനിലും അതേസമയത്ത് തന്നെ ഇസ്രായേലിലും വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുകയാണ്, വ്യോമഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യവും ഉണ്ട്. രണ്ടിടങ്ങളിലും ഇന്ത്യൻ പൗരന്മാർ ഉള്ളതാണ്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യൻ പൗരന്മാർക്കും നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വരാൻ ബാക്കിയാണ്. എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യം ട്രംപ് ഈ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം ട്രംപും സ്ഥിരീകരിച്ചിരിക്കുന്നു. ആണവ നിർവ്യാപന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അടുത്ത ചർച്ചയുടെ സമയത്ത് ഇറാന്റെ മേൽ കടുത്ത സമ്മർദ്ദം വരുന്ന രീതിയിലുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടില്ലല്ലോ അല്ലേ? മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ, ഇന്ത്യ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചിട്ട് മടങ്ങിയിട്ട് 2 ദിവസം മാത്രമാണ് വരുന്നത്. നമ്മൾ ഈ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കും, ഇസ്രായേലിനൊപ്പം എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇസ്രായേലിനോട് ഏറെ അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ബെഞ്ചമിൻ നെതന്യാഹുവും മോദിയും തമ്മിൽ ആ ഒരു വൈബ് ഉണ്ട് താനും. അവർ വളരെ അടുത്ത നേതാക്കന്മാരാണ്, വളരെ സൗഹൃദം പങ്കിടുന്ന ആളുകൾ കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതികരണമായി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടില്ല. മറ്റ് ലോകരാജ്യങ്ങളുടെയും പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയും ഇറാനും പരസ്പരം കാര്യങ്ങൾ പങ്കുവച്ചു, അല്ലെങ്കിൽ ആ പരസ്പരം പ്രതികരണങ്ങൾ നടത്തി എന്നതല്ലാതെ മറ്റ് ലോകരാജ്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയേക്കാം. ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നുള്ളതാകും ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുക. പക്ഷേ യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കണം, ആണവായുധം അതുമായി ബന്ധപ്പെട്ടുള്ള ഭീതി ലോകത്തിന് അവസാനിപ്പിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോകേണ്ടി വരും. പ്രത്യേകിച്ചും ഇസ്രായേൽ പോലെയുള്ള ഒരു സൗഹൃദ രാജ്യം ഇത്തരത്തിൽ ഇറാനെ ആക്രമിക്കുകയും അത് വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്കോ മറ്റോ പോവുകയോ ചെയ്താൽ ഇന്ത്യ തീർച്ചയായും നിലപാടെടുക്കേണ്ട പശ്ചാത്തലം ഒക്കെ ഒരുങ്ങും. ഇപ്പോഴും ഇസ്രായേലിൽ സൈറനുകൾ മുഴങ്ങുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം മിസൈലുകൾ ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് എത്തിയേക്കാം എന്നുള്ള നിർദ്ദേശം, അത്തരത്തിലുള്ള മുൻകരുതലുകൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് ചേർത്ത് വായിക്കുമ്പോൾ ഏത് നിമിഷവും ഒരു ആക്രമണം, തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗം ദിവസങ്ങളായി തന്നെയുണ്ട്. നമുക്കറിയാം, ഫ്രാൻസും ഒപ്പം UK-യും പോലെയുള്ള പ്രധാനപ്പെട്ട സഖ്യരാജ്യങ്ങളെ അറിയിച്ചാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇത് ഒരു പരിധിവരെ അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് നേരത്തെ തന്നെ നമുക്കറിയാം അവിടുത്തെ ഉദ്യോഗസ്ഥരെയും മറ്റും മാറ്റുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ അനവധി മുൻകരുതലുകൾക്ക് ശേഷമാണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനാണ് 15 ദിവസം സമയം ഡൊണാൾഡ് ട്രംപ് ഇറാൻ നൽകുകയും മറ്റും ചെയ്ത് ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ ലയൺസ് റോർ എന്ന പേരിലുള്ള ഈ നെതന്യാഹു നിർദ്ദേശിച്ച ഈ ഓപ്പറേഷന്റെ പേരിൽ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ തുടങ്ങിയ ആക്രമണമാണ്. ആദ്യ മിസൈൽ പതിക്കുകയും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ പരമോന്നതാവ് അയത്തുള്ള ഖമേനിയുടെ ഓഫീസിന് തൊട്ടടുത്താണ്. അതിനുശേഷം ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായി. അതിനുശേഷം ടെഹ്റാന് പുറത്തേക്കും ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിക്കുന്നു. ഇറാന്റെ പല സ്ഥലങ്ങളിലും, തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏറെ നിർണായകമായ ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറാകുമോ? അതിനുള്ള ശേഷി ഇറാൻ ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടി വരും. കരാറിലെത്തുന്നതിനടക്കം ഇറാൻ സഹകരിച്ചിരുന്നില്ല എന്ന മുന്നറിയിപ്പ് ട്രംപ് നേരത്തെ തന്നെ നൽകിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇറാനിൽ ഭരണമാറ്റം വേണം എന്ന ആഹ്വാനം ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്.
എത്താൻ സഹകരിക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഈ ആക്രമണമെന്നും ശരി ഇറാൻ ശരി ലോകത്തിന് രഞ്ജിത്ത്, ഇപ്പോൾ ഭീഷണി ഇസ്രായേലിൽ നിന്ന് എന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രശ്മി ഇസ്രായേലിൽ നിന്ന് ചേരുകയാണ്. രശ്മി, ഇസ്രായേലിൽ എവിടെയാണ് ഉള്ളത്? എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? ഞാനിപ്പോ ടെലവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടെ നമുക്കൊരു 8:15 ഓൾറെഡി എക്സ്ട്രീം അലേർട്ട് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നിരുന്നു. അതായത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അവിടെ ഇറാനിൽ അറ്റാക്ക് നടന്നു എന്ന് പറഞ്ഞ്. അപ്പൊ സേഫ്റ്റി റൂമിന്റെ നിയർ ബൈ പ്ലേസിൽ വേണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്ന രീതിയിലാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് സൈറൻ ഓൾറെഡി നെക്സ്റ്റ് വാർണിംഗ് വന്നിട്ടുണ്ട്, സേഫ്റ്റി റൂമിലേക്ക് കയറുക എന്ന് പറഞ്ഞുകൊണ്ട്. അറ്റ് എനി ടൈം അറ്റാക്ക് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പൊ സേഫ്റ്റി റൂമിലേക്ക് മാറുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സേഫ്റ്റി റൂമിലാണ്. ഇത് പതിവായിട്ട് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കിട്ടുന്നതായതുകൊണ്ട് അത്ര ആശങ്കയില്ല അല്ലേ, അത്ര പേടിയില്ല അല്ലേ? അല്ല, ഓൾറെഡി നമുക്ക് ഇവിടെ ഇൻഫോർമേഷൻ കിട്ടുന്ന അനുസരിച്ചിട്ട് ഇന്ന സമയത്ത് ഇതുപോലെ ചെയ്യാം എന്ന് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണോണ്ട് വലിയ പ്രശ്നമില്ല. അറ്റാക്ക് ഇതോടെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മളോട് സേഫ്റ്റി റൂമിൽ തന്നെ കമ്പൽസറി ആയിട്ട് കയറണമെന്ന് നമുക്ക് നിർദ്ദേശമുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പുകളെല്ലാം അടച്ചിരിക്കുകയാണല്ലോ, ഇന്ന് അവധി ദിവസമാണല്ലോ അല്ലേ? ഇന്ന് അവധിയാണ്, ഇന്ന് ഷോപ്പെല്ലാം ക്ലോസ്ഡ് ആണ്. വണ്ടിയും എല്ലാം ഇന്ന് ഫ്രൈഡേ ഈവനിങ് തൊട്ട് സാറ്റർഡേ ഈവനിങ് വരെ ഷബാത്തിന്റെ ടൈമാണ്. എന്തായാലും ഇങ്ങനെ ഇത് നിങ്ങൾ ഒരു ആശങ്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു വാർത്തകൾ. എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ ഇന്നലെ തൊട്ട് പറഞ്ഞിരുന്നു ഇതുപോലെ സിറ്റിസണിനൊക്കെ ഒഴിവാകാൻ പറഞ്ഞപ്പോഴേ അറ്റ് എനി ടൈം ഇത് നടക്കുമെന്ന് തന്നെ ഉള്ള ഇതിൽ വാർത്തയിൽ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇത് വലുതാവും എന്നുള്ള ഒരു പേടിയുണ്ടോ ഇപ്പോൾ? അവിടെ വലിയ ഒരു ആക്രമണമായി മാറുമെന്ന്? അറ്റാക്ക് സ്ട്രോങ് ആണെങ്കിലും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഓക്കെയാണ്. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്ത് അത്ര വലിയ ഇത് തോന്നുന്നില്ല. അപ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകാനൊക്കെ അടുത്ത ദിവസങ്ങളിൽ? അല്ല, നമ്മൾ റെസിഡൻസി ജോബാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഫ്ലാറ്റില് നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. എല്ലാരും തന്നെ ഈ ഫ്ലാറ്റിലുള്ള എല്ലാരും തന്നെ അണ്ടർഗ്രൗണ്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ശരി. രശ്മിയാണ്, ടെൽ അവീവിൽ നിന്നാണ് രശ്മി പ്രതികരിച്ചത്. എന്തായാലും ആശങ്കയുടെ ഒരു അവസ്ഥ അല്ല ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പോലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇസ്രായേലിൽ പതിവ് പോലെ നൽകിയിട്ടുണ്ട്. ആക്രമണം ഏത് സമയവും ഇസ്രായേൽ പ്രതീക്ഷിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള തിരിച്ചുള്ള ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. ആക്രമണം അമേരിക്കൻ ജനതയെ പ്രതിരോധിക്കാൻ എന്നുള്ള പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് അമേരിക്കയെ ലക്ഷ്യമിട്ട് ദീർഘദൂര മിസൈൽ ഇറാൻ നിർമ്മിക്കാൻ ശ്രമിച്ചു. ഇറാൻ ആണവായുധം സ്വന്തമാക്കില്ലെന്ന് അമേരിക്ക ഉറപ്പാക്കും. ഇറാന്റെ കൈവശം ഒരാണവായുധം പോലും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ അമേരിക്കയുടെ പിന്മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ട്രംപിന്റെ വ്യക്തമായ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇറാനെതിരെ. അതായത് ഈ ആക്രമണത്തിന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൽ അമേരിക്കയുടെ പങ്ക് എന്നുള്ള കൃത്യമായ സൂചന ട്രംപിന്റെ വാക്കുകളിൽ ആദ്യ പ്രതികരണത്തിൽ തന്നെയുണ്ട്. ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള കാര്യം ഇറാൻ പാർലമെന്ററി ദേശീയ സുരക്ഷാ കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസി ഇസ്രായേൽ US സഖ്യത്തിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അദ്ദേഹം എക്സിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പാത തുറന്നിരിക്കുകയാണ്, അതിന്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ പാർലമെന്ററി ദേശീയ സുരക്ഷാ കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസിയാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ അമേരിക്കൻ സഖ്യത്തിന് നൽകിയിരിക്കുന്നു. അതായത് തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോൾ മുന്നറിയിപ്പിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. സംയുക്ത ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ പ്രതികരണം. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കിഴക്കൻ പടിഞ്ഞാറൻ ടെഹ്റാനിലെ മൊബൈൽ ഫോൺ ലൈനുകൾ തകർന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പലയിടത്തും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ദുർബലമായിരിക്കുകയാണ് എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ചെറിയൊരു ആക്രമണമല്ല ഇസ്രായേൽ ഇറാനിൽ നടത്തിയിരിക്കുന്നത്, വലിയ ആക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. രഞ്ജിത്ത്, അപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ അവിടെ നിന്ന് സംസാരിച്ച മലയാളികൾ ഏത് സമയത്തും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിരുന്നു. അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലായിരുന്നു. ഇപ്പോൾ ഏത് സ്ഥലത്താണ്, എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റ്? ഏറ്റവും പുതിയ വിവരം, ഇറാന്റെ ആക്രമണം ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മഞ്ജുഷ്. ലൗഡ് എക്സ്പ്ലോഷൻസ് ഇൻ ദ ഗലീലി ഏരിയ എന്നാണ് ഇപ്പോൾ IDFന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. 2 മിസൈലുകൾ ഇറാനിലേക്ക് വന്നു. അത് ഈ ഗലീലി ഏരിയയിലേക്കാണ് ഈ മിസൈലുകൾ എത്തിയത്.
തകർക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ മിസൈലുകളിൽ രണ്ടെണ്ണത്തിനെയും പ്രതിരോധിക്കാൻ സാധിച്ചു എങ്കിൽ പോലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വിവരം കൂടി IDF പറയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും ചില സ്ഥലങ്ങളിൽ എക്സ്പ്ലോഷൻസ് കേട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ IDF നൽകുന്ന പശ്ചാത്തലമുണ്ട്. IDF identified missiles launched from Iran towards the territory of State of Israel. Defense system are operating to intercept the threat എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റം അത് ആ തരത്തിൽ പ്രത്യാക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ഈ തരത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ മിസൈലുകൾ പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ പൗരന്മാർക്ക് നൽകുന്നു. കൂടുതൽ സൈറനുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗത്തും മുഴങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ആളുകളോട് മുഴുവൻ ആരും ഒരാൾ പോലും പബ്ലിക് പ്ലേസുകളിലേക്ക് ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പുണ്ട്. നമുക്കറിയാം ബങ്കർ അറസ്റ്റ് സംവിധാനം ഇസ്രായേലിലുണ്ട്. ആ ബങ്കറുകളിലേക്ക് പൂർണ്ണമായും ആളുകൾ മാറിയ പശ്ചാത്തലമുണ്ട്. അപ്പോൾ റിസീവിംഗ് ആൻ അലർട്ട്, ദ പബ്ലിക് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു എൻറ്റർ ദ പ്രൊട്ടക്റ്റഡ് സ്പേസ് ആൻഡ് റിമെയിൻ ദർ അൺടിൽ ഫർദർ നോട്ടീസ്. ലീവിംഗ് പ്രൊട്ടക്റ്റഡ് സ്പേസ് ഈസ് പെർമിറ്റഡ് ഓൺലി ആഫ്റ്റർ റിസീവിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇപ്പോൾ തന്നെ ആളുകളോട് പൂർണ്ണമായും ആ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്, IDF നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നു. അതിനോട് ഇസ്രായേലും അമേരിക്കയും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഒരുപക്ഷെ മറ്റു തരത്തിലുള്ള ആക്രമണം അമേരിക്ക ആരംഭിച്ചാൽ അത് ഇറാനുമായി ബന്ധപ്പെട്ട് കരയുദ്ധവും കടൽ യുദ്ധവും ആരംഭിച്ചാൽ യുദ്ധത്തിൻ്റെ രീതി മാറും, ഭാവം മാറും. ഏതാണ്ട് പൂർണ്ണമായും ഇറാന്റെ നാശത്തിലേക്ക് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു മുൻപ് ഉള്ള പ്രത്യാക്രമണത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ കടക്കുന്നത്. ഇനിയും പ്രതീക്ഷിക്കേണ്ടത് അമേരിക്കയുടെ മറ്റ് സൈനിക കേന്ദ്രങ്ങൾ, പശ്ചിമേഷ്യയിലും മറ്റുമുള്ള മധ്യേഷ്യയിലും മറ്റുമുള്ള മറ്റ് സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളതാണ്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. അത്തരം നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെയും സമാനമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയ പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ഖത്തറിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ച രാജ്യം കൂടിയാണ് ഇറാൻ. അതിന് തിരിച്ചടി നൽകുകയും മറ്റും അമേരിക്ക ചെയ്തിരുന്നു. അത്തരം അക്രമ ശ്രമങ്ങൾ ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയത്. Sirens were sounded in several areas across the country following the identification of missiles launched from Iran towards Israel എന്നുള്ള കാര്യം IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു, തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ. നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ മിസൈൽ പായിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ. അതുകൊണ്ടാണ് ഇക്കാര്യം IDF സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് ഒരു 3 മിനിറ്റ് മുൻപ് അവർ ആദ്യം പറഞ്ഞിരുന്നു ഷോർട്ട് വൈൽ അഗോ ദ IDF ഐഡന്റിഫൈഡ് മിസൈൽസ് ലോഞ്ച് ഫ്രം ഇറാൻ ടുവേർഡ്സ് ഇസ്രായേൽ എന്നുള്ള കാര്യം. 2 ട്വീറ്റുകൾ തുടർച്ചയായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ IDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായിച്ചിട്ടുണ്ട്, പക്ഷേ അത് അയൺ ഡോം നിർവീര്യമാക്കി എന്നുള്ള കാര്യമാണ് അവകാശപ്പെടുന്നത് ഇസ്രായേൽ. ഇറാനിൽ നിന്ന് അയച്ച മിസൈലുകൾ നിർവീര്യമാക്കി എന്നുള്ള കാര്യം ഇസ്രായേൽ അവകാശപ്പെടുകയാണ്. ബങ്കറുകളിൽ സുരക്ഷിതരാണ് ഇസ്രായേലി ജനത എന്നുള്ള കാര്യമാണ് IDF തങ്ങളുടെ എക്സ് അക്കൗണ്ട് വഴി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന്, പക്ഷേ മിസൈലുകൾ നിർവീര്യമാക്കിയിരിക്കുന്നു പതിവ് പോലെ ഇസ്രായേൽ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാന് നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഇറാനിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരുന്നു, ആണവ നിർവ്യാപനം നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ, ആണവായുധം ശേഖരിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറണം എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മിസൈലുകൾ പായിച്ചത്, പക്ഷേ അത് നിർവീര്യമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ സുശക്തമായ അയൺ ഡോം എന്നുള്ള കാര്യം ഇസ്രായേലി പ്രതിരോധ സേനയും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൽ സൈറൺ മുഴങ്ങുന്ന ആ ശബ്ദമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് സൈറൻസ് വേർ സൗണ്ടഡ് ഇൻ സെവറൽ ഏരിയാസ് അക്രോസ് ദ കൺട്രി എന്നുള്ള കാര്യം IDF തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള സൈറണുകളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് സംസാരിച്ച മലയാളികളും പറഞ്ഞിരുന്നു, നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ്. ഏത് സമയത്തും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം അങ്ങനെ പ്രതീക്ഷിച്ചതാണ്, അങ്ങനെ ആശങ്കപ്പെട്ടതാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ. പക്ഷേ അത് ആ മിസൈലുകൾ അയൺ ഡോം സംവിധാനത്തിലൂടെ ഇസ്രായേൽ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ആക്രമണം ഇറാനിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം, അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ, മധ്യപൂർവേഷ്യയിൽ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ
എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാൻ നടത്തുമോ എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് അറിയുവാനുള്ളത്. എന്തായാലും ഇസ്രായേലിന് നേരെ മിസൈലുകൾ പായിച്ച് തിരിച്ചടി നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം ഇറാൻ അറിയിച്ചിരിക്കുന്നു. അതേസമയത്ത് തന്നെ ഈ ഞങ്ങളൊരു മുൻകരുതൽ ആക്രമണമാണ് നടത്തിയത് എന്നുള്ള കാര്യം ഇസ്രായേലും മുന്നറിയിപ്പിന്റെ രീതിയിൽ ഇറാന് നൽകിയിരിക്കുന്നു. വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് ലോകം പോവുകയാണ്. ഏകപക്ഷീയമായ ആക്രമണമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായതോടുകൂടി അതൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സ്പോട്ട് ലൈവിൽ ഇതേ വാർത്ത തന്നെ തുടരും.